കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിച്ചു. എന്നാൽ ഒരു വശത്തെ അപ്രോച്ച് റോഡ് ടാറിംഗ് നടത്താൻ നടപടിയായിട്ടില്ല. യാത്രാ ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കി പന്നിയാർകുട്ടിയിലെ നൂറുകണക്കിന് ആളുകൾ. ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളടക്കം കടന്നുപോകുന്ന വഴിയോടാണ് അധികൃതരുടെ ഈ അവഗണന. ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്നു പോകാൻ. കാലിലൊക്കെ ചെടി ആൾക്കാരുണ്ട്. 2018 പ്രളയത്തിലാണ് ഇടുക്കി പന്നിയാർകുട്ടിയിലുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം തകർന്നത്. തുടർന്ന് വർഷങ്ങളുടെ കാത്തിരിപ്പും വലിയ പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് പുതിയൊരു പാലം നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ 200 മീറ്റർ മാത്രമുള്ള അപ്രോച്ച് റോഡ് ടാറിംഗ് നടത്തുവാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ല. ചെറിയൊരു മഴ പെയ്തതോടെ റോഡ് ചെളിക്കുണ്ടായി മാറി. മഴ ശക്തമാകുന്നതോടെ കാൽനടയായി പോലും ഇതുവഴി കടന്നുപോകാൻ കഴിയില്ല. ഈ വഴി കാൽനടയ്ക്കാത്ത യാത്രക്കാർക്ക് ഒരിക്കലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ട്രെക്കിംഗ് വണ്ടിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. താനും ഈ വഴിപണി നടന്നിട്ടില്ല. ഒരു 200 മീറ്റർ അനുസരിച്ച് ടാറിംഗ് ചെയ്താൽ ഇവിടുത്തുകാർക്ക് വളരെ ഉപകാരപരമായിരുന്നു. ഇവിടുന്ന് ഇഞ്ഞ് പോയെങ്കിൽ ഒരു സിറ്റിയിലേക്ക് പോകണമെങ്കിൽ 2 കിലോമീറ്റർ പോകണം. ഇവിടെയുള്ളവർക്കാണെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ വന്നാൽ മതി ടൗണിലേക്ക് വരാനായിട്ട്. ഇവിടെയാണെങ്കിൽ ബസ്സുകൾ യാത്ര ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നിന്ന് പോകണമെങ്കിൽ ബസ്സുകൾ കുറവാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇതിനു മുമ്പ് ഒത്തിരി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയും പറഞ്ഞിട്ട് തന്നെ കാര്യമിരിക്കുന്നത്. ചെളി കാരണം ഒന്ന് അക്കരയ്ക്ക് കടക്കാൻ പോലും മേലാതെ അവസ്ഥയാണ്. 200 മീറ്റർ റോഡ് നന്നാക്കാത്തതിനാൽ 2 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. മാത്രവുമല്ല, വിനോദസഞ്ചാരികളുമായി എത്തുന്ന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി ദിവസേന കടന്നു പോകുന്നത്. ഭയങ്കര ദുരന്തമാണ്. ഈ സൈഡൊക്കെ കണ്ടില്ലേ, ഇടിഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു 150 മീറ്റർ ഏറ്റവും കൂടുതൽ അത്രേ ഉള്ളൂ. ബാക്കി ടാറിങ്ങാണ്. മഴയെ 4 വീലർ വണ്ടിയെ കയറി പോകത്തുള്ളൂ. ആൾക്കാരും പഞ്ചായത്തുകാരും എല്ലാവരും കൂടി ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതേപോലെ വണ്ടിക്കാർ സഹകരിക്കും. നിരവധി നാട്ടുകാർക്കും ഒപ്പം വിനോദസഞ്ചാര മേഖലയ്ക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന റോഡ് നന്നാക്കാൻ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 20,70,000 രൂപ മുടക്കി പുതിയ പാലം നിർമ്മിച്ചു. പക്ഷേ 200 മീറ്റർ റോഡ് നിർമ്മിക്കാൻ അധികൃതരുടെ കയ്യിൽ പണമില്ല. നാട്ടുകാർ എന്തു ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം നാട്ടുകാർ ഉയർത്തുന്നു. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. വർഷങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധത്തിനൊടുവിലാണ് അവിടെ ഒരു പാലം നിർമ്മിച്ചു കൊടുത്തത്. 200 മീറ്റർ റോഡ് കൂടിയേ നന്നാക്കാനുള്ളൂ. അതിലും വലിയ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട നാട്ടുകാരുടെ ഗതികേടെന്ന് ഓർത്തു നോക്കിക്കേ. നമുക്ക് അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കൂടി കേൾക്കാം. ഒന്നുകൂടി സന്ദീപ് രാജാക്കാടിലേക്ക്. ഒന്ന് കാൽനടയായി പോലും നടന്നു പോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ റോഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ. ഇത് കേവലം ഒരു 200 മീറ്റർ റോഡ് നന്നാക്കി കഴിഞ്ഞാൽ, ഒന്ന് ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നൂറുകണക്കിന് വരുന്ന ആളുകളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ആണ് ഇവിടെ ഉള്ളത്. പുതിയ പാലം നിർമ്മിച്ചു. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് കിടക്കുന്ന അപ്രോച്ച് റോഡ് ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രമാണ് ഈ അപ്രോച്ച് റോഡ് ഇതുപോലെ തകർന്നു കിടക്കുന്നത്. വിദ്യാർത്ഥികളടക്കമുള്ളവർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ, ജീപ്പ് സവാരി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു വാഹനം നമുക്ക് കാണാം എത്രത്തോളം പാടുപെട്ടാണ് ആ വാഹനം അതിലെ കടന്നു വരിക. ഈ 4 വീൽ ജീപ്പുകൾ മാത്രമാണ് ഇതുവഴി കടന്നു വരാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. മറ്റൊരു വാഹനവും ഇതുവഴി കടന്നു പോകില്ല. ഇതുവഴിയുള്ള യാത്ര വലിയ ദുരിതമാണ്. നല്ല ദുരിതമുണ്ട്. ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞതാ, എല്ലാവരോടും പറഞ്ഞതാ, മാറ്റാത്ത അത്തരത്തിലാണ്. വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായിരുന്നാലും ആ ഒരു കാര്യത്തിൽ ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ളതാണ്. ഇതുവഴിയാണ് ഈ ടൂറിസം മേഖലയിലേക്ക്, പൊന്മുടി ടൂറിസം മേഖലയിലേക്കുള്ള ജീപ്പ് സവാരികൾ വരുന്നത്. മഴക്കാലമായി കഴിയുമ്പോൾ വഴി ശരിയായാലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ 4 വീലർ വണ്ടിയാണ് ഇപ്പോൾ ഇതിൽ കയറി പോകാറുള്ളത്. വഴി മൊത്തം പോയി കിടക്കുമല്ലേ. ആൾക്കാരും പഞ്ചായത്തുകാരും എല്ലാവരും കൂടി ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ്, ശരിയാക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ ജീപ്പ് ഡ്രൈവർമാരും ഒപ്പം തന്നെ നാട്ടുകാരുമൊക്കെ ഉള്ളത്. വലിയ പ്രതിസന്ധി. ഇപ്പോൾ കാൽനട യാത്രക്കാരനായിട്ടുള്ള ഒരാൾ അവിടെ നിന്ന് നടന്നു വരുന്നത് കാണാം. കാരണം ഈ വാഹനം
ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ടാണ് ഇത്ര ചെളി കുറഞ്ഞു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിലുവഴി കാൽനടയായി പോലും കടന്നു പോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആളുകൾ സാധനം മേടിച്ചിട്ട് ഇതിന് 200 മീറ്റർ അപ്പുറത്ത് വരെ ടാറിംഗ് ഉണ്ട്. ആ ടാറിങ്ങിൽ വരെ വാഹനം ബൈക്കൊക്കെ കൊണ്ട് വെച്ചതിന് ശേഷം അവിടെ നിന്ന് കാൽനടയായി നടന്ന് പന്നിയാർകുട്ടി ടൗണിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൂടുതലൊന്നും പറയാനില്ല, ഇതിനു മുമ്പ് ഒത്തിരി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയും പറഞ്ഞിട്ടെന്നാ കാര്യമില്ല. നടപടിയൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ ഇത് മഴക്കാലമായി, ഇനിയിപ്പം കടന്നു പോകാൻ പറ്റിയ അവസ്ഥ. ഈ ട്രക്കിംഗ് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചെളി കാരണം ഒന്ന് അക്കരയ്ക്ക് കടക്കാൻ പോലും മേലാതെ അവസ്ഥയാണ്. കുട്ടികളൊക്കെ ഇതിലെ പോകുന്ന കുട്ടികൾ ഇപ്പോൾ അടുത്ത 1-ാം തീയതി കഴിയുമ്പോഴത്തേനും പിള്ളേർ സ്കൂളിൽ പോകും. ഈ മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇനി എല്ലാവർക്കും അത് തടസ്സമാകും, ഈ വഴി ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലാണ്. നാട്ടുകാർ പറഞ്ഞു മടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതലൊന്നും പറയാൻ അവർ തയ്യാറാകുന്നില്ല. ഇനി എന്നാ പറയാനാണ്, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായിരുന്നാലും ഈ ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനെങ്കിലും അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ആളുകളടക്കം നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. കാരണം അടുത്ത ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ മഴ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുവഴി പൂർണ്ണമായും നടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അപ്പം അതിനു മുമ്പ് തന്നെ ഈ റോഡൊന്ന് കാൽനടയായെങ്കിലും കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ ശരിയാക്കണം എന്നുള്ളതാണ് നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത്. ഓക്കെ, സന്ദീപ് രാജാക്കാട്. ഇനി എന്നാ പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്ന പല കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ, അതങ്ങ് പറയണം. പറഞ്ഞ് പരിഹാരം ഉണ്ടാകുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലാതെ ഇനി എന്നാ പറയാനാ, പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നതും അവസരമാക്കിയെടുക്കുന്ന അധികൃതരുണ്ട് എന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുക. അജി ചോദിക്കുന്നു, ഇത് റോഡാണോ അത് ചതുപ്പാണോ? ഈ റോഡ് ഇങ്ങനെ കിടന്നാൽ പോരാ, ആളുകൾക്ക് നടന്നു പോകാൻ, അവർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന വഴി വരണം പന്നിയാർകുട്ടിയിൽ. അതുവരെ ഈ വാർത്ത നമ്മൾ ഫോളോ അപ്പ് ചെയ്യും.